പഠനത്തോടൊപ്പം തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന രീതിയിൽ ITIകളിലെ പാഠ്യപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പൊന്നാനി ITIയുടെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തി ആധുനിക തൊഴിലുകൾക്കൊപ്പം പാരമ്പര്യ കോഴ്സുകൾക്കും മുൻതൂക്കം നൽകും. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവുകൾ നൽകുന്ന രീതിയിൽ സംവിധാനം ആധുനിക രീതിയിൽ പരിഷ്കരിക്കും. ആനുകൂല്യങ്ങൾക്ക് കാത്തുനിൽക്കാതെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി ഓരോ മനുഷ്യനെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവിടെ വ്യത്യസ്ത കോഴ്സുകൾ മാറി. മാടായിലെ അവിടെ പെയിന്റർ ജനവും അതുപോലെ തന്നെ മറ്റൊരു കോഴ്സ് മാത്രമാണുള്ളത്. അതുപോലെ ഇവിടെ എഡ്യൂക്കേഷനിലായിരുന്നു. ഈ രണ്ട് സ്ഥലത്തും 44 കുട്ടികൾക്കാണ് പ്രവേശനം. ഈ രണ്ട് കോഴ്സുകളിൽ കൂടി 44 കുട്ടികൾക്കാണ് 44 കുട്ടികൾ വീതമാണ് പരിശീലനം. ITIയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ രണ്ടുപേരും സംസാരിച്ചത്. 2.19 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് നിർമ്മിച്ച പൊന്നാനി ITIയുടെ കെട്ടിടോദ്ഘാടനത്തോടൊപ്പം 3.10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കണ്ണൂർ മാടായി ITIയുടെ കെട്ടിടോദ്ഘാടനവും ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു. ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു. എഴുപത്തിരുത്തി ITIയിൽ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അജീന ജബ്ബാർ, OO ഷംസു, രജീഷ് ഉപ്പാല, ടി മുഹമ്മദ് ബഷീർ, നഗരസഭാ പ്രതിനിധികൾ, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ മണികണ്ഠൻ, പൊന്നാനി നഗരസഭാ പട്ടിക വികസന ഓഫീസർ റിയാസ്, ITI പ്രിൻസിപ്പൽ A പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.